ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചിക്കൻ ഷവർമ്മൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല രുചിയോട് കൂടിയ ഷവർമ്മ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ഷവർമ്മക്ക് വേണ്ടിയുള്ള കുബൂസും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ 2 അടിപൊളി ഷവർമ്മ സോസും ഉണ്ട്. നല്ലോണം സോസെല്ലാം ഒഴിച്ചിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള പെർഫെക്റ്റ് അടിപൊളി ഷവർമ്മ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് ഷവർമ്മയൊക്കെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ മറക്കാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ നല്ല രുചിയുള്ള ഷവർമ്മ ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് ഷവർമ്മയ്ക്ക് വേണ്ടിയുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 600 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു ചിക്കൻ ബ്രസ്റ്റിനെ ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നിക്കൽ ഇതുപോലെ വലിയ പീസായിട്ട് തന്നെ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് പെരക്കാനുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ പെപ്പറിക്ക പൗഡറും ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ കുമിൻ പൗഡർ, ചെറിയ ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് മിക്സ് ആവില്ല, അതുകൊണ്ട് സ്പൂൺ അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയെല്ലാം തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ പീസെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. ചിക്കനിലേക്ക് മസാലയെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചോളും. ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ചിക്കനിലേക്ക് മസാല പിടിക്കും. സമയം ഉണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി കുബൂസിന് വേണ്ടിയുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ കുബൂസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മൈദപ്പൊടി എടുക്കുക. 250 ml കപ്പിന് അളന്നെടുത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 4 കപ്പ് പൊടിയെടുത്തത് കൊണ്ടാണ് 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്തത്. നിങ്ങൾ പൊടി കുറവാണ് എടുക്കുന്നതെങ്കിൽ ഈസ്റ്റിൻ്റെ ഒക്കെ അളവ് കുറച്ചാൽ മതി. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ 1 കപ്പ് ചെറു ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ആദ്യം 1 കപ്പ് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ പൊടിയെടുത്ത അതേ കപ്പിന് 1 കപ്പ് ആദ്യം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എടുക്കുന്ന സമയത്ത് ചെറു ചൂടുള്ള വെള്ളം തന്നെ എടുക്കുക. ചൂട് കൂടിപ്പോകരുത്, അതുപോലെ തീരെ ചൂടില്ലാണ്ടും ആവരുത്. അന്നേരം പിന്നെ മാവ് പൊങ്ങി കിട്ടൂല, ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല. അതുകൊണ്ട് ചെറു ചൂടുള്ള വെള്ളം തന്നെ എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ആദ്യം 1 കപ്പ് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം. ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. നമ്മൾ എത്രത്തോളം കുഴക്കുന്നോ അത്രയും നല്ല കുബൂസായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ മാവ് നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു 4 മിനിറ്റാണ് കേട്ടോ ഞാൻ നന്നായിട്ട് കുഴച്ച് കൊടുത്തത്. ഇനി ഈ ബൗളിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുഴച്ചെടുത്ത മാവ് അതിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലും ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. എനിക്ക് ഈ മാവ് കുഴക്കാനായിട്ട് 1.25 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. ഈ ഒരു കപ്പിന് ആദ്യം 1 കപ്പ് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്ത് പിന്നെ
ഒരു കപ്പും കൂടെ എടുത്തതിൽ ഇത്രയാണ് ബാക്കിയുള്ളത്. ഒരു 1/4 കപ്പോളം ബാക്കിയുണ്ടാവും. ഓരോ മാവിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ നോക്കി ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ട് കവർ ചെയ്ത് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കാം. പൊങ്ങി ഡബിൾ സൈസായി വരണം. 1 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു മാവ് പൊങ്ങി കിട്ടും. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്. തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 1.5-2 മണിക്കൂറൊക്കെ ആവും പൊങ്ങി കിട്ടാൻ. ചിലപ്പോൾ അതിലും കൂടുതൽ ടൈം എടുക്കും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ചിക്കൻ പൊരിച്ചെടുക്കാം. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറായപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് പൊരിക്കാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിൽ നിന്ന് ഓരോ പീസ് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ചിക്കനെല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു 3-4 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ടിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ. എന്നാലേ നല്ലതുപോലെ ഫ്രൈ ആക്കി കിട്ടൂ. അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആയാൽ മതി. ഒരുപാട് അങ്ങ് ഹാർഡായി പോകരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ആക്കാം. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ച മാവ് എന്തായി നോക്കാം. മാവിത നല്ലതുപോലെ പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നല്ല ചൂടാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പൊങ്ങി കിട്ടിയത്. ഇനി ബൗളിൽ നിന്ന് ഇതെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പ് മേലെ അല്പം മൈദ തൂകിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചപ്പാത്തിക്ക് നമ്മൾ മാവ് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. കുബൂസിൻ്റെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാവ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒരുപാട് വലുതാവണ്ട, ഈ ഒരു വലുപ്പം മതിയാവും. അങ്ങനെ ഒരെണ്ണം ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മൈദ തൂകിയതിന് ശേഷം അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ മുഴുവൻ മാവും കട്ട് ചെയ്ത് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഉരുട്ടി വെച്ച ഉരുളകൾ നോക്കിയിട്ട് എടുത്തിട്ട് വേണം പരത്തിയെടുക്കാൻ. ആദ്യം ഉരുട്ടി വെച്ചത് ആദ്യം പരത്തിയെടുക്കുക. അപ്പോൾ കൗണ്ടർ ടോപ്പ് മേൽ അല്പം മൈദ തൂക്കിയിട്ട് എണ്ണം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ തൂക്കിയതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് തിക്നെസ്സിലാണ് പരത്തിയെടുക്കേണ്ടത്. നമ്മൾ 2 ചപ്പാത്തിയൊക്കെ അട്ടിക്ക് വെച്ച അത്ര തിക്നെസ് ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് പരത്തിയെടുക്കേണ്ടത്. പരത്താൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോൾ അല്പം മൈദ ഇട്ടിട്ട് പരത്തിയെടുക്കുക. അങ്ങനെ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പരത്തി വെച്ച കുബൂസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 സെക്കൻഡ് വെക്കുക. അപ്പോഴത്തേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുമ്പളകൾ വരാൻ തുടങ്ങും. അന്നേരം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു 20 സെക്കൻഡ് വെക്കുക. അപ്പോഴത്തേക്ക് ഈ ഒരു ഭാഗവും കൂടി ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. അങ്ങനെ ഇതുപോലെ പൊങ്ങി വരുന്ന കാണുമ്പോൾ വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരുപാടങ്ങ് പൊങ്ങാൻ നിൽക്കണ്ട. ഈ ഒരു രീതിയിൽ പൊങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് ബോള് പോലെ പൊങ്ങി വരും. ഒരു ചട്ടകം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബോള് പോലെ നന്നായിട്ട് പൊങ്ങി വരും. എല്ലാ ഭാഗവും ഒരുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് അടുത്തതും പരത്തിയിട്ട് ഇതേപോലെ തന്നെ ചുട്ടെടുക്കുക. അങ്ങനെ എല്ലാ കുബൂസും ഞാനിതുപോലെ ചുട്ടെടുക്കട്ടെ. ഭയങ്കര ഈസിയാണ് കുബൂസെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുബൂസ് മുഴുവനും പരത്തി ചുട്ടതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതൊരു കട്ടിംഗ് ബോർഡ് മേലെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്നുകിൽ കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് പിച്ചെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്.
ചിക്കൻ മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഒരു കുക്കുംബർ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാബേജ്, ഒരു ചെറിയ തക്കാളി, കുറച്ച് ലെറ്റൂസ്, ഇതൊക്കെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനെടുത്ത ഇതന്നെ നിങ്ങൾ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. ക്യാരറ്റ്, ഉള്ളി വേണമെങ്കിൽ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ ആർക്കും ഉള്ളി അങ്ങനെ പച്ചയായിട്ട് കടിക്കുന്നത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കാത്തത്. പിന്നെ ഉപ്പിലിട്ട ക്യാരറ്റ് ചെറിയൊരു കഷ്ണം ഞാനിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പിലിട്ട മുളകോ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വെജിറ്റബിൾസിന് കണക്കായത്. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനിതാ 2 നല്ല അടിപൊളി സോസ് റെഡിയാക്കിയിട്ടുണ്ട്. ഷവർമ്മയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി 2 സോസാണിത്. ഈ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിൽ ഞാൻ കാണിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇതിൻ്റെ വീഡിയോയും കൂടി ആകുമ്പോൾ വലിയൊരു വീഡിയോ ആയിപ്പോവും. അതുകൊണ്ടാണ് കാണിക്കാത്തത്. അടുത്ത വീഡിയോ ഈ 2 സോസിൻ്റെ ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കും. അങ്ങനെ ഷവർമ്മക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. ഇനി നമുക്ക് ഷവർമ്മ റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു സാൻഡ്വിച്ച് പേപ്പറിൽ നമ്മൾ റെഡിയാക്കിയ കുബൂസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സോസ് റെഡിയാക്കി വെച്ച 2 സോസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു സോസ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സോസ് കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഷവർമ്മക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് സോസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് 2-3 ടേബിൾ സ്പൂൺ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഉപ്പിലിട്ട മുളകോ അല്ലെങ്കിൽ ഇതുപോലെ ക്യാരറ്റോ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കട്ട് ചെയ്ത് വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കന് എത്രയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. പിന്നെ അടുത്ത സോസാണ്, അതും ഇതിലേക്ക് ആക്കി കൊടുക്കാം. ഞാൻ ഷവർമ്മയിലെല്ലാം നല്ലോണം സോസ് ഒഴിക്കും. സോസ് നല്ലോണം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. ആ ഒരു സോസ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുത്ത സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുബൂസിൻ്റെ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഷവർമ്മ ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ഷവർമ്മയാണ്. പിന്നെ ആ 2 സോസിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക. ഈ ഒരു ഷവർമ്മ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നിങ്ങൾ ഷവർമ്മ ഉണ്ടാക്കും. അത്രയും നല്ല ടേസ്റ്റുള്ളൊരു ഷവർമ്മയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഷവർമ്മ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.